ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ 2 ദിവസമായിട്ട് മഴയില്ല. നല്ല വെയിലാണ് ട്ടോ. അപ്പോൾ ഇവിടെ 2 പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നന്നായിട്ട് പഴുത്തതും ഒരെണ്ണം പയ്യെ പഴുത്ത് വരുവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പ് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ പൈനാപ്പിൾ വെച്ചിട്ട് എന്തുകൊണ്ട് ഒരു പുളിശ്ശേരി രൂപത്തിൽ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ തന്നെ ഞാൻ ആ പഴുത്ത പൈനാപ്പിൾ ഇല്ലേ നന്നായിട്ട് പഴുത്തതാണ് നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെയായിരുന്നു ട്ടോ. അപ്പോൾ ഞാനതെടുത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അതായത് അതിൻ്റെ ആ കുത്തുള്ള പോർഷനില്ലേ അതൊക്കെ നന്നായിട്ട് ആഴത്തിൽ തൊണ്ട് കളഞ്ഞാട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം അതൊക്കെ ആ കുത്തുള്ള പോർഷനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ മുള്ളൊക്കെ കൊണ്ട് ചൊറിച്ചിൽ ഉണ്ടാവും. അപ്പോൾ കറി വെക്കാനാണല്ലോ. അപ്പോൾ ആ ഒരു പോർഷൻ വേണ്ട എന്ന് വിചാരിച്ച് ഞാനതൊക്കെ ആഴത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാട്ടോ ഞാനിന്ന് കുരുകുരാന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ. കാരണം കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുകയാണ്. ഇന്ന് ജൂൺ 2 ഒരു വ്ളോഗാണ് ട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര മടിയായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു മടിയാണ്. കാരണം 2 മാസം വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു മടി. അപ്പോൾ ഇതേ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 8-9 പേരോളം ലൈവിൽ അതിങ്ങനെ വന്നും വന്നും പോയിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ലൈവൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ലൈവാ. ഫസ്റ്റല്ല സെക്കൻഡ് ലൈവാ. ഫസ്റ്റ് ലൈവ് വലിയ സെറ്റപ്പൊന്നും അല്ലായിരുന്നു. ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ലൈവ് ഇടുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ലൈവ് ഇടുന്നതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവൊക്കെ പോകാൻ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ അതായത് സൺഡേ സൺഡേ അതെ സൺഡേ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. പിന്നെന്താ പെരുന്നാളൊക്കെ അല്ലേ ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിങ്ങും പിന്നെ കുട്ടികളുടെ സ്കൂളിൽ ബാഗ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൈനാപ്പിളൊക്കെ കുനുകുനാന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു 3/4 തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറിയ ജീരകം, കൊച്ചുള്ളി, വെളുത്തുള്ളി, കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് കായപ്പൊടി കേട്ടോ. പിന്നെ കറിവേപ്പില എന്നിവയൊക്കെ ചേർത്തിട്ട് ആദ്യം പൊടിച്ചെടുക്കും. പൊടിച്ചതിന് ശേഷമാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലേഡിനുണ്ടല്ലോ കുറച്ച് മൂർച്ചക്കുറവുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് വെള്ളവും കൂടി ചേർത്തിട്ട് വെള്ളമല്ല ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ പൊടിച്ചിട്ടാണ് അരച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് അത് ആ പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ. പിന്നെ ലൈവ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം എൻ്റെ ചാനലെടുത്ത് നോക്കിയപ്പോൾ അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ കണ്ടു കേട്ടോ. അതായത് നമ്മൾ മാളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഷോപ്പിൽ നിന്നൊക്കെ വന്ന ആ മ്യൂസിക്കിൽ നിന്ന് വന്ന കോപ്പിറൈറ്റാണ്. വലിയ കാര്യമായിട്ടുള്ള കോപ്പിറൈറ്റൊന്നും അല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും അല്ല വന്നത്. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് രാവിലെ പിന്നെ പിള്ളേർ സ്കൂളിലും പോവാണല്ലോ. എനിക്ക് രാവിലെ വല്ലാണ്ട് ആയിപ്പോയി. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഒരു ലൈവൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ചാനലിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ പോണ നേരത്ത് ഞാനിങ്ങനെ വല്ലാണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അത് പിള്ളേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെന്താ ഞാൻ ചെയ്തതേ വന്നിട്ട് ആ തൈരൊന്ന് ഞാൻ ആ പൊടിച്ച തേങ്ങയിലേക്കുണ്ടല്ലോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ജാറിലിട്ട് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈര് മാത്രമാണ് അതിൽ ചേർത്ത് എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഈ പുളിശ്ശേരി രൂപത്തിലല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. നല്ല തിക്കായിട്ട് ആ തിക്ക് പരുവത്തിൽ തന്നെ കിട്ടണം. എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ശർക്കര ഉണ്ടല്ലോ. ശർക്കര ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ശർക്കര ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഇത് നല്ല സ്വീറ്റാണ്. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. പിന്നെ ഇവിടെ പൊതുവേ ഇക്കായാണെങ്കിലും മധുരം ഒരുപാട് വേണ്ടാന്ന് പറയും. അതിപ്പോൾ ചായ ഉണ്ടാക്കിയാലും എന്നോട് പറയുന്നത് മധുരം വേണ്ട എന്ന് എന്നോട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പൊതുവേ മധുരമൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുളിശ്ശേരിക്ക് സത്യം പറഞ്ഞാൽ നല്ല മധുരമുള്ളൊരു കറിയാണ്. അതെനിക്കറിയാം. പക്ഷേ ഞാൻ ശർക്കര ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ ടൈമിൽ ശർക്കര ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു ചെറിയൊരു ചൂട് വരണം. അതായത് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കണം കേട്ടോ ഇത്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കണ പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഈ വീഡിയോ കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാണ്ട് എനിക്ക് കുറച്ച് നേരം മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങനെ പോകാം. പക്ഷെ സംസാരിക്കാണ്ട് ആ മ്യൂസിക് ഇട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്കെന്തോ എൻ്റെ ചാനൽ എന്തോ ചത്ത പോലെയാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരം അതായത് ഇങ്ങനെ സ്പീഡിന് സംസാരിച്ച് പോണത്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. ഞാൻ ഈ ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നതാട്ടോ. ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴാണെങ്കിലും എനിക്ക് ഇതിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് എൻ്റെ ചാനൽ സബ് ചെയ്തേക്കണവരാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാട്ടോ കാണുന്നത്. ആ രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞാൻ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ചെറുതായിട്ട് തിളച്ച് പൊങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് പൊങ്ങിയപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇപ്പുറം ഒരു പാൻ വെച്ചേക്കാണ്. ഇതൊന്ന് കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് കടുക്, ഉലുവ എന്നിവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതുപോലെ പൈനാപ്പിൾ വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കണത്. അപ്പോൾ ഇവിടെ പൊതുവേ ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വീറ്റ് ആയിട്ടുള്ള കറികളോടൊന്നും അത്ര വലിയ പ്രിയമല്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ മാമ്പഴം കിട്ടിയപ്പോൾ, ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഞാൻ മാമ്പഴം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ പൈനാപ്പിൾ കിട്ടിയപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാട്ടോ. പിന്നെ അതേ കടുക് ഇട്ടതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും മറ്റേ കറിവേപ്പിലല്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് കരിയിക്കരുത്, ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് കണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. എൻ്റെ കയ്യിലുണ്ടല്ലോ കൊല്ലമുളക് ഇല്ല, അതാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ കൊല്ലമുളക് മേടിക്കില്ല, ഞാൻ എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോകുന്നത് ഇവിടേക്കായിട്ടോ എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോകുന്നത്. ഇതൊക്കെ കുട്ടികളെയും പറഞ്ഞു വിടാറുണ്ട്. കുട്ടികളെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള സാധനം കിട്ടാറില്ല. കാരണം നമുക്ക് ബാലൻസ് പൈസയൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവരുടേതായ രീതിയിൽ ചിലവഴിച്ച് കളയും. പിന്നെ പോകുന്നത് ഞാനാണ്. ഞാൻ വല്ലപ്പോഴും ആയിട്ട് ഇതുപോലെ പുറത്തിറങ്ങി ഇങ്ങനെ മാർക്കറ്റിൽ പോയി, അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് അത് കരിയാണ്ട് തന്നെ, അതായത് അടുപ്പ് കുറച്ചിട്ടിട്ടാണ് ഞാനത് മിക്സ് ചെയ്തത്. അങ്ങനെ ഞാൻ ആ മിക്സ് ചെയ്ത കൂട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ കറിക്ക് ഒരു പ്രത്യേക കളറായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ കിട്ടണം. ഇപ്പോൾ കൊല്ലമുളകാണ് ഇതിലിട്ടേക്കണമെങ്കിൽ കറി മൊത്തം മഞ്ഞച്ചിരിക്കും. ഇത് ഇപ്പോൾ മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു റെഡ് യെല്ലോ കളർ, അതായത് 2 കളറിൻ്റെ മിക്സ് ആയിരിക്കും ഈ കറിക്കുള്ളത്. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അതുപോലത്തെ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കട്ടോ. ഒരു മാമ്പഴ പുളിശ്ശേരി നമ്മൾ കഴിക്കില്ല, അതുപോലെ തന്നെ ഇതുപോലെ പൈനാപ്പിളിലും പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന് ഞാനിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ സംസാരമൊക്കെ ഓവറാവുന്നുണ്ടോ? ഞാൻ പൊതുവേ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പുറത്ത് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലും അകത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ സംസാരിച്ചിരിക്കും കേട്ടോ. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.